കഴിഞ്ഞ ദിവസം നടൻ കൊല്ലം തുളസി കുറേ വെളിപ്പെടുത്തലുകളുമായി ചില മാധ്യമങ്ങൾക്ക് മുന്നിൽ, ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. ആ പറഞ്ഞതിൽ ചില കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണെങ്കിലും പലതും സ്ത്രീ വിരുദ്ധമാണ് എന്ന് തോന്നുന്ന ചില കമൻസും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടുണ്ട്. ധന്യയുടെ ശ്രദ്ധയിൽപ്പെട്ടോ അത്? തീർച്ചയായിട്ടും ചേച്ചി. സ്ത്രീകൾ എപ്പോഴും പുരുഷന്റെ അധീനതയിൽ നിൽക്കേണ്ടവളാണ് എന്നാണ് പറയുന്നത്. കാലം മാറിയത് കൊല്ലം തുളസി സാർ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൽ നിന്നൊക്കെ സ്ത്രീ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു കഥകിൽ മുട്ടുന്നവരെല്ലാം ആ ഉദ്ദേശത്തോടെയാണോ മുട്ടുന്നത് എന്നറിയില്ല. ഇപ്പോൾ രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 1 മണിക്ക് കഥകിൽ മുട്ടുന്നത് വിക്സ് ചോദിക്കാനായിരിക്കില്ലേ എന്ന് നമ്മുടെ ചർച്ചയിൽ തന്നെ ആരോ പറഞ്ഞതിൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അവർ എല്ലാ റൂമിലും ടെലിഫോൺ കാണില്ല ചേച്ചി. തൊട്ടടുത്ത റൂമുമായി ബന്ധപ്പെടാൻ ഫോണിലൂടെ വിളിച്ച് ചോദിച്ചുകൂടെ, എനിക്ക് നല്ല തലവേദനയാണ്, കുറച്ച് വിക്സ് ഉണ്ടോ, അല്ലെങ്കിൽ തലവേദനയുടെ ഒരു മരുന്നുണ്ടോ, അല്ലെങ്കിൽ പനിയുടെ ഒരു മരുന്നുണ്ടോ എന്നുള്ളത്. ഈ രാത്രി 12 മണിക്ക് 1 മണിക്കും ചെന്ന് കഥകിൽ തട്ടിയിട്ട് ചോദിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഓർമ്മ പഴയ ഒരു ഇന്റർവ്യൂ, ചെറിയ വീഡിയോ ക്ലിപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കുറച്ച് വൈറലായിരുന്നു. തുളസി എന്ന പേര് കേട്ടിട്ട് സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിച്ച് മറ്റാരോ വന്ന് വാതിലിൽ മുട്ടിയെന്നും അടുത്ത് വന്ന് കിടന്നുവെന്നും ശരീരത്തിൽ സ്പർശിച്ചു എന്നും എല്ലാം ഇദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നും തികച്ചും വിരുദ്ധമായിട്ടാണ് ഈ ഇപ്പോ പ്രചരിക്കുന്ന ഈ ഒരു റിപ്പോർട്ട്. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹം പറയുന്നത് സിദ്ദിഖ് ചെയ്തതിൽ എന്താണ് തെറ്റ്? ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയും വർഷങ്ങൾക്ക് ശേഷം ഇത് തുറന്നു പറയാൻ വരില്ല എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീയെ ഒരു മോശക്കാരിയായി കാണിക്കുന്ന, ചിത്രീകരിക്കുന്ന ഒരു രീതി. വർഷം എത്ര കഴിഞ്ഞു എന്നുള്ളതല്ല. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇംഗിതം അറിയിച്ചാലല്ലേ നടക്കോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ബലാത്സംഗ സീൻ ചെയ്യാൻ ഇപ്പോഴും എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഈ പ്രായത്തിൽ ആരും എന്നെ വിളിക്കുന്നില്ല, വിളിച്ചാൽ ഞാൻ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ കൊല്ലം തുളസിയുടെ മനസ്സിൽ ഇപ്പോഴും ഒരു ആഗ്രഹങ്ങൾ ഇങ്ങനെ അടങ്ങാൻ, തനിക്കെതിരെ പരാതി പറയില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊന്നുമില്ല. സ്ത്രീകളുമായി കൂടുതൽ അടുപ്പം ഉണ്ടാവാൻ സാധിച്ചിട്ടില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ പരാതിയുമായി വരില്ലായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭയമുണ്ട് ആരെങ്കിലും രംഗത്തെത്തുമോ എന്നുള്ളത്. മാത്രമല്ല, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പരാതിയുമായി രംഗത്തെത്തുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആരും അവരുടെ വീട്ടിൽ പോയി വിളിക്കുന്നതല്ലല്ലോ, ഇവർ ചെന്ന് കയറുന്നതല്ലേ എന്നാണ്. ഇപ്പോൾ സിദ്ദിഖിന്റെയും റൂമിലേക്ക് ആ പെൺകുട്ടി പോയതല്ലേ, അവിടെ പീഡനം നടന്നു എന്നാണ് തെളിവ്. അല്ല, പോകാനുണ്ടായ സാഹചര്യം ആ കുട്ടി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതെ, ഒരു സിനിമയുടെ പ്രീമിയർ ഷോ എന്തോ അത് കാണാൻ പോയ സമയത്താണ് സിദ്ദിഖിന്റെ മകന്റെ സിനിമയിൽ അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് അതിന്റെ ഡിസ്കഷന് വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. മിക്കവാറും ഈ സിനിമയെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നതെല്ലാം ഏതെങ്കിലും ഹോട്ടൽ റൂമിലോ സ്വകാര്യമായ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലായിരിക്കുമല്ലോ. അല്ലാതെ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഓഫീസൊന്നും ഇല്ലല്ലോ സിനിമ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയ കുട്ടിയോടാണ് ഇയാൾ ഇത്രയും മോശമായി പെരുമാറിയത്. അപ്പൊ അതറിയാതെയാണോ ഈ കൊല്ലം തുളസി ഇങ്ങനെ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോ ഇതൊക്കെ സിനിമയിലുള്ള എല്ലാവർക്കും അറിയാം. ഇവരെയൊക്കെ ഇപ്പൊ ഇന്നലെ തന്നെ പറയുന്നുണ്ട്, സിദ്ദിഖിനെ രക്ഷപ്പെടുത്താൻ ഏതോ ഉന്നതൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഉന്നതൻ ശ്രമിക്കുന്നുണ്ടെന്ന് സർക്കാരിന് അറിയാമെങ്കിൽ ആ ഉന്നതനെ ആദ്യം അറസ്റ്റ് ചെയ്താൽ പോരെ? അത് ശരിയാണ്, ഉന്നതനെ ആദ്യം അറസ്റ്റ് ചെയ്താൽ പോരെ? സുപ്രീം കോടതിയിൽ മുൻകൂർ കഴിയുമ്പോൾ എന്തായാലും ഇന്ന് സിദ്ദിഖിന് പുറത്തു വന്നേ മതിയോ? ഇന്നലെ സിദ്ദിഖിന്റെ മകന്റെ കൂട്ടുകാരെയൊക്കെ പോലീസ് പിടിച്ചോണ്ട്, അതൊക്കെ ഒരു പ്രഹസനമാണ്. കാരണം പോലീസ് ഒന്നും ചെയ്യാതിരിക്കുന്നില്ല എന്ന് കാണിക്കാനുള്ള ഒരു പ്രഹസനമാണ്. സിദ്ദിഖിന്റെ മകൻ ഡൽഹിയിലാണ്, അച്ഛൻ എവിടെയുണ്ട് എന്ന് ഒരിക്കലും മകൻ അറിയാതിരിക്കില്ല, കുടുംബത്തിന് അറിയാതിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും സിദ്ദിഖിന്റെ വാഹനം പൊന്നാനിയിൽ കൊണ്ടിട്ട സുഹൃത്തുക്കളെയാണ് പിടിച്ചോണ്ട് പോയതെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു പ്രഹസനമാണ്. രക്ഷിക്കാൻ ഉന്നതർ ഉണ്ട് എങ്കിൽ ആ ഉന്നത ആരാണെന്ന് കണ്ടുപിടിച്ചാൽ പോലെ, ആ ഉന്നതനെ ചോദ്യം ചെയ്താൽ പോരെ, സിദ്ദിഖ് എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. എന്തായാലും ഈ പ്രമുഖൻ ഉന്നതൻ ഈ വാക്കുകളിലെല്ലാം ഇങ്ങനെ പലതും ഒളിപ്പിച്ചു വയ്ക്കുന്ന സർക്കാർ കൂടിയുള്ള ഒത്തുകളി തന്നെയാണ്. അതിനെ തുറന്നു പറയാൻ ഒരു ഭയവുമില്ല എന്നുള്ളത്. ഇപ്പോൾ നവ്യ നായർ കഴിഞ്ഞ ദിവസം നവ്യ നായരുടെ ഒരു ഡാൻസ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം എറണാകുളം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇങ്ങനെ സിദ്ദിഖിന്റെ ഈ ഒരു ഒളിച്ചുകളിയുമായി എന്താണ് പറയാനുള്ളത്? അപ്പോൾ നവ്യ നായർ പറയുന്നുണ്ട്, ഒളിച്ചിരിക്കുന്നതിൽ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല, പക്ഷേ കൂടുതലൊന്നും എനിക്കിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ പറയുന്നത്, ഞാൻ മറ്റെവിടെന്നെങ്കിലും ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കൂ, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാണ്. ഇവരെല്ലാം സഹപ്രവർത്തകരാണ്, തീർച്ചയായിട്ടും നാളെയും കാണേണ്ടവരാണ്. ഇന്നലെയും അവർ നല്ല രീതിയിൽ സഹകരിച്ചിരുന്നവരാണ്. തീർച്ചയായിട്ടും അഭിപ്രായം പറയുമ്പോൾ അത് അവർക്ക് സൂക്ഷിച്ചല്ലേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒഴിവായി പോകുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ?
ഇല്ല. കാരണം നാളെയും സിദ്ദിഖിന് ഇപ്പൊ ജാമ്യം കിട്ടിയ നാളെയും സിദ്ദിഖ് ഒരുപാട് സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന കേസുകളൊന്നും തെളിയിക്കാൻ മറ്റേ പെൺകുട്ടിക്ക് കഴിയാതെ വരികയാണെങ്കിൽ സിദ്ദിഖ് നിരപരാധിയാണ് ഈസി ആയിട്ട് ഊരി വരും. അപ്പൊ ഈ സിദ്ദിഖിനെതിരെ പറഞ്ഞവർക്ക് നാളെ ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. തൊഴിൽപരമായിട്ട് അവർക്ക് അവരുടെ സേഫ്റ്റി കൂടെ നോക്കണ്ടേ? അതുകൊണ്ടായിരിക്കും അവരങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. കൊല്ലം തുളസി പറയുന്ന മറ്റൊരു കാര്യം, ഗർഭം ധരിക്കുവാനും പ്രസവിക്കുവാനുമുള്ള അവകാശം സ്ത്രീകൾക്ക് കിട്ടിയത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലായിരുന്നുവെങ്കിൽ പുരുഷന്മാർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കില്ല. പുരുഷന്മാരുടെ മുറിയിൽ അവർ പോയി മുട്ടും. ഒരു പുരുഷനെ പീഡിപ്പിച്ചെന്ന് പറയുന്നില്ല. ഇതൊക്കെ സ്വാഭാവിക പരിണാമത്തിന്റെ ഭാഗമാണ്. ആദിമ മനുഷ്യന്റെ ചരിത്രം മുതൽ പരിശോധിച്ചാൽ പലയിടത്തും ഇതൊക്കെ കാണാൻ സാധിക്കും. പരിശുദ്ധരായ ഒറ്റ ദൈവം പോലും നമുക്കില്ല. പിന്നെ ഏതെങ്കിലും ഒരു നടിയുടെ പേര് പറയും, ഏതെങ്കിലും ഒരു നടി എൻ്റെ പേര് പറയും എന്ന പേടി എനിക്കില്ല. അങ്ങനെ തെറ്റായ ചിന്ത ഇല്ലാതില്ല എന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മളൊക്കെ മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. നടിമാരൊന്നുമായി അടുത്ത ബന്ധമില്ല. അപ്പൊ നിരാശയാണ് പുള്ളിയുടെ വാക്കുകൾ, മൊത്തം നിരാശയാണ്. പറയുമെന്ന് പേടിയുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യാത്ത ദൈവം, പരിശുദ്ധരായ ഒറ്റ ദൈവവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവങ്ങളും എല്ലാം ഈ വഴിക്ക് പോയതുകൊണ്ട് മനുഷ്യർക്കും സ്ത്രീകളെ ഏത് തരത്തിൽ അവരുടെ സമ്മതമില്ലാതെ പീഡിപ്പിക്കുവാനും അവരുടെ ശരീരത്തിൽ തൊടുവാനും ലൈംഗിക ചേഷ്ടകൾ കാണിക്കുവാനും അവരെ മാനസികമായി ഒരു നിരീക്ഷണം അനുസരിച്ച് സ്ത്രീ പ്രസവിക്കുന്നത് കൊണ്ടും ഗർഭപാത്രം സ്ത്രീക്ക് ഉള്ളത് കൊണ്ടുമാണ് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത്. മറിച്ച് പുരുഷനാണ് പ്രസവിക്കുകയും ഗർഭപാത്രം പുരുഷനും ആയിരുന്നുവെങ്കിൽ ഇത് തിരിച്ചാവുമായിരുന്നു. കഥകിൽ ചെന്ന് തട്ടിയേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പുരുഷന്റെ കഥകിൽ ചെന്ന് തട്ടിയേനെ, പുരുഷനെ പീഡിപ്പിച്ചേനെ. ഇപ്പൊ ഒരു പുരുഷന്മാരും തന്നെ പീഡിപ്പിച്ചു എന്ന് അത് സയന്റിഫിക് ആയിട്ട് തെളിയിച്ചിട്ടില്ലല്ലോ. പുരുഷനെ പീഡിപ്പിക്കാൻ കഴിയുമെന്നുണ്ടോ? എനിക്കതിനെ കുറിച്ച് സയന്റിഫിക് ഇല്ലെന്നാണ് പൊതുവെ ഞാനും പുരുഷൻ തന്നെയാണ്. അതെ, ബയോളജിക്കലി അതെ. അതില് നമുക്കിപ്പോ അതൊരു വൃത്തികെട്ട കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പുരുഷനെ പീഡിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ട പുരുഷന്മാരുമുണ്ട്. ഒരു നടൻ സുധീർ എന്ന് പറയുന്ന ഒരു നടൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 3 വർഷത്തോളം ഒരു സ്ത്രീ അദ്ദേഹത്തെ കീപ്പായി വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. അപ്പോ അദ്ദേഹത്തിന്റെ 3 വർഷമായിട്ട് അദ്ദേഹം തിരിച്ചറിയാൻ സാധിച്ചില്ല ഇവർ തന്നെ ഉപയോഗിക്കുകയാണെന്ന്. ഇത് പറയുമ്പോൾ വിവാദമാവോ വിരുദ്ധതയാവോ എന്നൊന്നും എനിക്കറിയില്ല. പണ്ട് ആരോ പറഞ്ഞതുപോലെ 41 ദിവസം കഴിഞ്ഞപ്പോഴാണോ നിനക്ക് മനസ്സിലായത് ഇത് പീഡനമാണെന്ന്. ഈ 40 ദിവസവും മനസ്സിലായില്ലേ എന്ന് ചോദിക്കും പോലെയാ 3 വർഷവും. അല്ല, ചിലപ്പം അപ്പോഴായിരിക്കും ചിന്ത ഉണർന്നിട്ടുണ്ട്. അതെ, ചിന്തിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നിട്ടില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അടിമപ്പെട്ടു പോയായിരിക്കും. സ്നേഹത്തിൽ കൂടിയുള്ള ഒരു അടിമപ്പെടൽ കൂടി ഉണ്ടാവുമല്ലോ ഇതില്. അതെ, ആ 40 ദിവസം വിചാരിച്ചിരുന്നത് നമ്മൾ ഒന്നിച്ച് ജീവിക്കുകയാണ്. അതെ, 41ാമത്തെ ദിവസം തിരിച്ചറിയുന്നു ഒന്നിച്ച് ജീവിക്കാനല്ല, ഇത് വെറും പീഡനമാണെന്ന് ആ അവസാന നിമിഷമായിരിക്കും തിരിച്ചറിയുന്നത്. തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. ബലാത്സംഗ സീനൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. അങ്ങനത്തെ സീൻ എന്നെ വിളിച്ചവരോട് പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയാൽ ആ സീൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഈ വയസ്സുകാലത്ത് ആരും വിളിക്കില്ല. സ്ത്രീകൾ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ആരും ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. സിദ്ദിഖിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ അവർ മുറിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ പീഡനം നടന്നതിന് തെളിവുണ്ടോ? തെളിവില്ലാത്ത കാര്യം പറയുന്നത് തെറ്റല്ലേ? അതൊരു മറ്റൊരു കുടുംബം കലക്കുകയല്ലേ? അതായത് എനിക്ക് മനസ്സിലാവുന്നത് ചേച്ചി മൊത്തം ഒരു സ്ത്രീ വിരുദ്ധതയാണ് മൊത്തം. കാരണം സ്ത്രീ പുരുഷന്റെ അധീനതയിലാണ്. ആരും അങ്ങോട്ട് പോയി വിളിച്ചിട്ടില്ല. എല്ലാവരും പുരുഷൻ അന്വേഷിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. തന്നെ കൊല്ലം തുളസിയുടെ മാത്രമല്ല, ഭൂരിഭാഗം വരുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കും ഒരു ധാരണ അത് തന്നെയാണ്. പുരുഷൻ സ്ത്രീക്ക് മുകളിലാണ്, സ്ത്രീ ഒരു പടി താഴെയാണ്. ചിലപ്പോൾ ഫിസിക്കലി അത്രയും ശക്തി സ്ത്രീക്കില്ലായിരിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പുരുഷനായിരിക്കാം. അങ്ങനെ മറ്റു പല കാര്യങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ പുരുഷൻ ഒരുപടി മേലെ ആയിരിക്കും. പക്ഷേ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത് എന്താണ്? ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ, തുല്യവേതനം, പരിഗണന, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്ത്രീക്ക് അവകാശപ്പെട്ട, നിയമം അനുശാസിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ, സ്ത്രീക്ക് തുല്യ വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജെൻഡർ ഇക്വാലിറ്റി ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത്തരം ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും തുല്യമാവുന്നത് എന്ന് അവർ ആരോപിക്കുന്നത്. ശരിക്കും ഈ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരു ശരിക്കുള്ള അർത്ഥം അറിയാതെയാണ് പലരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ. പിന്നെ മറ്റൊരു കാര്യം,
ശരിക്കും എനിക്കിത് ഇതൊക്കെ ഒരു ചർച്ചയാക്കേണ്ടതായിട്ട് പോലും, അതായത് കൊല്ലം തുളസി ഒരു ഓൺലൈൻ മീഡിയയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു ചർച്ചയാക്കേണ്ട വിഷയമായിട്ട് പോലും കൊല്ലം എനിക്ക് തുളസി തോന്നുന്നില്ല. പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇത് ചർച്ച ആക്കണമെന്ന് എനിക്ക് തോന്നിയത്, കൊല്ലം തുളസി പറഞ്ഞത് മുഴുവൻ സ്ത്രീ വിരുദ്ധതയാണ്. അല്ല, അത് നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ പേരല്ലേ പറയുന്നത്, അപ്പൊ അയാൾക്ക് കിട്ടുന്ന ഒരു പ്രൊമോഷനാണത്. ഇല്ലേ, ആരും ഇപ്പൊ വിളിക്കുന്നില്ലല്ലോ, ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിപ്പല്ല, അതിന്റെ ഒരു നിരാശയിൽ ഈ രേഖപ്പെടുത്തുന്നത്. താല്പര്യം ഉണ്ടെന്ന് പറയുന്നത്, സ്ത്രീകളെല്ലാം പുരുഷന്മാരുടെ കഥയിൽ ചെന്ന് മുട്ടുന്നു, സ്ത്രീകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ സിദ്ദിഖിന്റെ വിഷയത്തിൽ ആ സ്ത്രീ അനുഭവിച്ച വേദന അത് അവർക്ക് മാത്രമേ അറിയാവൂ. അത് കൊല്ലം തുളസിക്ക് അറിയില്ല ആ റൂമിൽ എന്താണ് നടന്നത്, ആ പെൺകുട്ടിക്ക് മാത്രമേ അറിയാവൂ. കൊല്ലം തുളസി പറഞ്ഞു വെക്കുന്നത് അവസരങ്ങൾക്കായിട്ട് സ്ത്രീകൾ അവരെ ഉപയോഗിക്കുന്ന ആ രീതിക്കാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അവസരം തേടി വരുന്നവരെ ദുരുപയോഗം ചെയ്യുന്ന കഥയാണ് അത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരൊക്കെ ഈ ഇരയോടൊപ്പം അല്ല, വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നവരെ നമുക്ക് തിരുത്താൻ കഴിയില്ല എന്നുള്ളത്. അവനവൻ അനുഭവിക്കാത്ത സംഭവങ്ങളെല്ലാം വെറും കെട്ടുകഥകളാണ് എന്ന് പറയുന്നത്. കിട്ടാത്ത മുന്തിരി പുളിക്കും. അങ്ങനെയുണ്ട്. ശരി.